തിരുവനന്തപുരം ജില്ലയിലെ പാലോട് വനം റേഞ്ചിനുള്ളിൽ ഈയക്കോട് വനമേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങുകയും വീട്ടിന് സമീപത്തെ കിണറ്റിൽ വീഴുകയും ചെയ്തു. വെളുപ്പിന് 2 മണിയോടെയാണ് സംഭവം നടന്നത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമസ്ഥ കിണറ്റിനുള്ളിൽ നോക്കിയപ്പോൾ കാട്ടുപോത്തിനെ കാണുകയായിരുന്നു. പൂമാലക്കാണിയാണ് ഞാൻ. ഒറ്റയ്ക്കുള്ള താമസവും പിന്നെ ഇത് കാട്ടുപോത്ത് വന്ന് വീണത് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് കാട്ടുപോത്താണ്. പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കില്ല, സാറന്മാരെ വിളിച്ചറിയിച്ചു. എന്നാൽ നല്ല താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണയുടൻ കാട്ടുപോത്ത് ചത്തിരുന്നു. തുടർന്ന് പാലോട് വനം റേഞ്ച് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും RRT ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും ചെയ്തു. എന്നാൽ താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് കാട്ടുപോത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുക യുദ്ധസമാനമായ വെല്ലുവിളിയായിരുന്നു ഉയർത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ വിതുരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. മണിക്കൂറുകൾ നീണ്ട ഇടപെടലുകൾക്ക് ശേഷം വനം ഉദ്യോഗസ്ഥരുടെയും റേഞ്ച് ഓഫീസറുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് കാട്ടുപോത്തിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ തീരുമാനിച്ചു. പിന്നീട് ആ രക്ഷാദൗത്യമായി. കാട്ടുപോത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുക അതീവ ദുഷ്കരമായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് സാവധാനം കാട്ടുപോത്തിന്റെ മൃതദേഹം പുറത്തെടുത്തു. പാലോട് റേഞ്ച് ഓഫീസറുടെയും വിതുര ഫയർഫോഴ്സിന്റെയും പാലോട് വനം RRTയുടെയും നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിച്ചത്. പാലോട് റേഞ്ചിലെ ഈയക്കോട് വനം മേഖലയിൽ നിന്ന് ക്യാമറമാൻ അരുൺകുട്ടൻ, V മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരള, തിരുവനന്തപുരം.